ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാ ശാലോം പ്രേക്ഷകർക്കും ഈ വചനശ്രവണത്തിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. ഇന്ന് വചനം ശ്രവിക്കുവാനായി ഈ ടി വിക്ക് ചുറ്റും നമ്മൾ ഒന്നിച്ചു നിൽക്കുമ്പോൾ കർത്താവ് നമ്മുടെ ശ്രദ്ധയെ ചെലുത്തുന്നത് 2 തെസ്സലോനിയൻസ് 3:6 തുടങ്ങി 13 വരെയുള്ള തിരുവചനങ്ങളിലൂടെയാണ്. 2 തെസ്സലോനിയൻസ് 3-ാം അധ്യായം 6 തുടങ്ങിയുള്ള തിരുവചനങ്ങൾ. വളരെ സുപരിചിതമായ ഈ വചനഭാഗം നമുക്ക് പ്രാർത്ഥനയോടെ ഒന്ന് ശ്രവിക്കാം. അലസതയിലും ഞങ്ങളിൽ നിന്നും സ്വീകരിച്ച പാരമ്പര്യത്തിനിണങ്ങാത്ത രീതിയിലും ജീവിക്കുന്ന ഏതൊരു സഹോദരനിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കണമെന്ന് സഹോദരരെ കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളോട് കൽപ്പിക്കുന്നു. എങ്ങനെയാണ് ഞങ്ങളെ അനുകരിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. നിങ്ങളുടെ കൂടെ ആയിരുന്നപ്പോൾ ഞങ്ങൾ അലസരായിരുന്നില്ല. ആരിലും നിന്ന് ഞങ്ങൾ അപ്പം ദാനമായി വാങ്ങി ഭക്ഷിച്ചിട്ടില്ല. ആർക്കും ഭാരമാകാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ രാപകൽ കഷ്ടപ്പെട്ട് കഠിനാധ്വാനം ചെയ്തു. ഞങ്ങൾക്ക് അവകാശമില്ലാഞ്ഞിട്ടല്ല, അനുകരണീയമായ ഒരു മാതൃക നിങ്ങൾക്ക് നൽകാനാണ് ഇങ്ങനെ ചെയ്തത്. ഞങ്ങൾ നിങ്ങളുടെ കൂടെ ആയിരുന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു കൽപ്പന നൽകി, അധ്വാനിക്കാത്തവൻ ഭക്ഷിക്കാതിരിക്കട്ടെ. എല്ലാ കാര്യങ്ങളിലും ഇടപെടുകയും എന്നാൽ ഒരു പ്രവൃത്തിയും ചെയ്യാതെ അലസരായി കഴിയുകയും ചെയ്യുന്ന ചിലർ നിങ്ങളുടെ ഇടയിലുണ്ടെന്ന് ഞങ്ങൾ കേൾക്കുന്നു. അത്തരം ആളുകളോട് കർത്താവായ യേശുവിൽ ഞാൻ കൽപ്പിക്കുകയും ഉത്ബോധിപ്പിക്കുകയും ചെയ്യുന്നു. അവർ ശാന്തരായി ജോലി ചെയ്ത് അപ്പം ഭക്ഷിക്കട്ടെ. അല്പം ദീർഘമായ ഒരു വചനഭാഗമാണ് നമ്മൾ വായിച്ചു ശ്രവിച്ചത് എങ്കിലും നമ്മുടെ ജീവിതത്തെ വളരെയേറെ കരുതലോടെ സൂക്ഷിക്കേണ്ട, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ വളരെയേറെ ഈ വചനത്തിൽ ഒന്ന് പരിശോധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ എന്താണ് പൗലോസ്ലീഹ നമ്മളോട് പറയുക? തെസ്സലോനിയിലെ സഭയ്ക്കാണ് ഇത് എഴുതുന്നത് എങ്കിലും ഇവിടെ പറയുന്ന ഒരു കാര്യം ഇതാണ്: നമ്മളെല്ലാവരും അധ്വാനിച്ചു ജീവിക്കണം. വെറുതെ സമയം കളയരുത്, അധ്വാനിക്കണം. നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ ദാനമാണ്. ഇത് നമുക്ക് അലസമായി കളയാൻ പറ്റുകയില്ല എന്ന്, അല്ലെങ്കിൽ അത് നല്ലതല്ല എന്നാണ് വചനം നമ്മളോട് പറയുന്നത്. 1 തെസ്സലോനിയൻസ് 2:9 പറയുന്നു, ഞങ്ങളുടെ കഠിനാധ്വാനം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ദൈവത്തിൻ്റെ സുവിശേഷം നിങ്ങളോട് പ്രസംഗിക്കുമ്പോൾ ഞങ്ങൾ നിങ്ങളിൽ ആർക്കും ഭാരമാകരുതെന്ന് കരുതി രാപകൽ അധ്വാനിച്ചു. നമുക്ക് അറിയാവുന്നതുപോലെ പൗലോസ്ലീഹായുടെ ജോലി കൂടാരപ്പണിയായിരുന്നു. കൂടാരപ്പണിയെടുത്ത് അധ്വാനിച്ച് സുവിശേഷ വേല ചെയ്ത ഒരു വ്യക്തിയാണ് പൗലോസ്ലീഹ. പൗലോസ്ലീഹ വചനം പ്രസംഗിച്ചും ജോലി ചെയ്തും സമയം പാഴാക്കാതെ കഠിനാധ്വാനം ചെയ്ത് ജീവിച്ച ഒരു വ്യക്തിയാണ്. ഈ വ്യക്തി നമ്മളോട് പറയുന്നു, കഠിനാധ്വാനം ചെയ്ത് അധ്വാനിച്ച് നമ്മൾ ജീവിക്കണമെന്ന്. പ്രിയ സഹോദരങ്ങളെ, ഇത് കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരും ഓർക്കുന്നുണ്ടാവും, ഞാൻ ധാരാളം ജോലി ചെയ്യുന്നല്ലോ. അല്ലെങ്കിൽ നമ്മൾ പറയുന്നുണ്ടാവും, ഒന്നിനും നേരമില്ല എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ ഈ വചനത്തിൻ്റെ പ്രസക്തി എന്താണ്? അല്ലെങ്കിൽ നമ്മൾ പറയും, എന്താണ് നേരം വെളുക്കുമ്പോൾ ഉണരുന്നു, എങ്ങനെയാണ് വൈകുന്നേരം ആകുന്നത് എന്ന് അറിയില്ല, എത്ര പെട്ടെന്നാണ് സമയം പോകുന്നത് എന്ന് അറിയില്ല. അതുപോലെ അധ്വാനമാണ്, ജോലിയാണ് എന്ന് പറയുന്ന അനേകരെ നമ്മൾ കേട്ടിട്ടുണ്ട്. കൊള്ളാം, നല്ല കാര്യം. പക്ഷേ എന്നാലും നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാം. ഈ നിമിഷങ്ങളിൽ എന്തിനാണ് നമ്മൾ അധ്വാനിക്കേണ്ടത്? അധ്വാനം കൊണ്ട് എന്താണ് പ്രയോജനം? അധ്വാനിക്കാതിരുന്നാൽ എന്താണ് നമുക്ക് പറ്റുക? എന്താണ് അധ്വാനം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്? പല രീതിയിലാണിത്. നമ്മൾ തോട്ടപ്പണി ചെയ്യുന്നവരാകാം, കൃഷിയിടങ്ങളിൽ ജോലി ചെയ്യുന്നവരാകാം, ഓഫീസിൽ ജോലി ചെയ്യുന്നവരാകാം, അല്ലെങ്കിൽ മറ്റു ഹോസ്പിറ്റലിലോ സ്കൂളിലോ ഒക്കെ ജോലി ചെയ്യുന്നവരാകാം, അല്ലെങ്കിൽ വീട്ടിലിരുന്ന എന്തെങ്കിലും ചെറിയ ചെറിയ ക്രാഫ്റ്റ് വർക്കുകൾ നമ്മൾ കൈകൊണ്ട് ചെയ്യാൻ പറ്റുന്ന വേലകൾ ചെയ്യുന്നവരാകാം, ഭക്ഷണം പാകം ചെയ്യുന്നവരാകാം, കുഞ്ഞു തോട്ടത്തിൽ നമ്മൾ ചെടികൾ നട്ടുപിടിപ്പിച്ച് തോട്ടം അലങ്കരിക്കുന്നവരാകാം, എന്തെങ്കിലും മറ്റ് ടെക്നിക്കലായ വർക്കുകൾ ചെയ്യുന്നവരാകാം. പല രീതിയിലാണ് നമ്മളൊക്കെ വേലജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നത്. നല്ല കാര്യം. ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ എന്താണ് കർത്താവ്, അല്ലെങ്കിൽ കർത്താവിൻ്റെ മുൻപിൽ നമ്മൾ ഈ അധ്വാനവുമായി എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ ഒന്ന് കണക്ട് ചെയ്യേണ്ടത്, ബന്ധപ്പെടുത്തേണ്ടത്?
നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിൽ 1-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അനുസരണക്കേട് മൂലം ദൈവത്തിൽ നിന്നും അകന്നു പോകുന്ന മനുഷ്യരോട് സംസാരിക്കുന്ന ദൈവം പറയുന്നൊരു കാര്യമുണ്ട്. ഇപ്രകാരമാണ് അവിടുന്ന് പറയുക. 3-ാം അധ്യായത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു, 17-ാം തിരുവചനത്തിൽ, ആയുഷ്കാലം മുഴുവൻ കഠിനാധ്വാനം കൊണ്ട് നീ അതിൽ നിന്ന് കാലയാപനം ചെയ്യണം. ഇതാണ് പറയുക, ആയുഷ്കാലം മുഴുവൻ കഠിനാധ്വാനം കൊണ്ട് നീ അതിൽ നിന്ന് കാലയാപനം ചെയ്യണമെന്ന്. എപ്പോഴാണ് ഇത് പറയുന്നത്? ഇവിടെ ആദവും ഹവ്വയും പാപം ചെയ്ത് നമ്മൾ കാണുന്നു, ദൈവത്തിൽ നിന്നും അകന്നു പോകുമ്പോൾ കർത്താവ് ഇവിടെ സംസാരിക്കുകയാണ്. അപ്പോൾ പറയുന്നൊരു കാര്യമാണ്. എന്താണ്? ഞാൻ ഈ വചനം വായിച്ചപ്പോൾ പൗലോസ് സ്ലീഹായുടെ ഈ വചനവും ഈ ഉൽപ്പത്തി പുസ്തകത്തിലെ വചനവും ഒക്കെ ആയിട്ടൊന്ന് കൂട്ടി വായിച്ചു നോക്കി. ഈ കഠിനാധ്വാനം ചെയ്ത് ആയുഷ്കാലം മുഴുവൻ നമ്മൾ കഠിനാധ്വാനം ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ് ഇതിലൂടെ നമ്മൾ അർത്ഥമാക്കേണ്ടത്? ദൈവം വലിയൊരു രഹസ്യം നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. ദൈവം വലിയൊരു രഹസ്യം നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. അധ്വാനത്തിലൂടെ നമുക്ക് എന്താണ് സാധിക്കുന്നത് എന്ന് 1 തെസ്സലോനിയൻസ് 5:23 കർത്താവ് ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങളുടെ ആത്മാവും ശരീരവും അവികലവും പൂർണ്ണവുമായിരിക്കുവാൻ ഇടവരട്ടെ എന്ന്. നമ്മുടെ ജീവിതത്തെ പക്വതയിൽ പൂർണ്ണതയിൽ കാത്തു സൂക്ഷിക്കുവാൻ ഈ അധ്വാനം നമ്മളെ സഹായിക്കുന്നുണ്ട്. ഒരു പരിധിവരെ നമ്മൾ വിശുദ്ധിയിൽ വളരുകയാണ് അധ്വാനിക്കുമ്പോൾ. ഒരു പരിധിവരെ എൻ്റെ ശരീരത്തെ ഞാൻ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കുന്നു, ആത്മാവിനെയും മനസ്സിനെയും ഞാൻ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കുന്നു. അങ്ങനെ ഞാൻ പുണ്യപൂർണ്ണതയിലേക്ക് കടന്നു വരികയാണ്. ഉദാഹരണം, കൃഷി ചെയ്യുന്ന ഒരു കൃഷിക്കാരൻ എന്നും തോട്ടത്തിൽ പോയി കൃഷി ചെയ്യുമ്പോൾ എന്തെല്ലാം പുണ്യങ്ങളാണ് ആ വ്യക്തിയിൽ വളരുക. കാത്തിരിക്കണം മഴയ്ക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കാലാവസ്ഥയ്ക്ക് വേണ്ടി കാത്തിരിപ്പ്, ക്ഷമയോടെയുള്ളൊരു കാത്തിരിപ്പ്, പരിചരണം, ശ്രദ്ധ, എന്തെല്ലാം കാര്യങ്ങളാണ് വ്യക്തിയുടെ ജീവിതത്തിൽ അറിയാതെ കടന്നു വരുന്നത്. ഇവിടെ അനുസരണക്കേട് കൊണ്ട് പാപം ചെയ്തു പോയ മനുഷ്യനോട് ദൈവം പറയുന്നു, നീ ആയുഷ്കാലം മുഴുവൻ കഠിനാധ്വാനം ചെയ്യണമെന്ന്. എന്തിനു വേണ്ടിയിട്ടാ? അവനിൽ കടന്നുകൂടിയ ആ പാപത്തിൻ്റെ വിത്തിനെ അധ്വാനത്തിലൂടെ നമുക്ക് മാറ്റാനായിട്ട് പറ്റും. ഇല്ലേ? ഒരു കൃഷിക്കാരനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. എന്തുമാത്രം ആ മനുഷ്യൻ അഡ്ജസ്റ്റ് ചെയ്യണം, എന്തുമാത്രം ശ്രദ്ധിക്കണം തൻ്റെ ജോലി കാര്യങ്ങളിൽ. ഇനി ഒന്ന് ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിലോ, ആ വ്യക്തിയും എന്തുമാത്രം വിധേയപ്പെട്ട്, എന്തുമാത്രം സമർപ്പിച്ച്, എന്തുമാത്രം അനുസരിച്ച്, എന്തുമാത്രം സമയം കരുതലോടെ സൂക്ഷിച്ച് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അറിയാതെ എന്താണ് നമ്മളിൽ സംഭവിക്കുക? നമ്മുടെ ജീവിതത്തിന് വലിയൊരു സൗഖ്യമുണ്ടാകുകയാണ്. നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാകുകയാണ്. നമ്മൾ അറിയാതെ തന്നെ നമ്മളിലൊരു വിശുദ്ധീകരണം നടക്കുന്നുണ്ട്. ഒരുപക്ഷെ നമ്മളാരും ഇത് ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. പൗലോസ് ശ്ലീഹ പറയുക, നമ്മൾ അധ്വാനിച്ചു ജീവിക്കണം, അലസരാകരുത്. അലസരായിട്ടുണ്ടെങ്കിൽ നമ്മൾ പാപത്തിൽ വീണു പോകും. അലസതയിൽ എല്ലാവിധ പാപങ്ങളും നമുക്കറിയാം ഉടലെടുക്കുമെന്നത്. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ജോലിയിൽ നമ്മൾ ഏർപ്പെടുന്നത് വളരെ വളരെ നല്ലതാണ്. അത് വിശുദ്ധ ജീവിതത്തിന് നമ്മളെ സഹായിക്കും. നാട്ടിൻപുറങ്ങളിൽ ആരും അറിയാതെ ഒരു പശുവിനെ മേയ്ക്കുന്ന ഒരു അമ്മ, വളർത്തുന്ന ഒരു അമ്മയെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. അല്ലെങ്കിൽ അടുക്കളയിൽ ജോലി ചെയ്യുന്ന ഒരു അമ്മ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ചെറിയ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. അറിയാതെ എന്തുമാത്രം നന്മയാണ് ആ വ്യക്തി ചെയ്യുന്നത് എന്ന്. ഈ പശുവിനെ വളർത്തുന്ന വ്യക്തി എന്താ ചെയ്യുന്നത്? പാലുണ്ടാകുന്നു, ചാണകമുണ്ടാകുന്നു. അതുപോലെ തന്നെ ആ പശുവിൻ്റെ പലവിധ കാര്യങ്ങളിലൂടെ ശ്രദ്ധിക്കുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഒരുപാട് നന്മ സമൂഹത്തിനുണ്ടാകുകയാണ്, നന്മ ഒഴുകുകയാണ്. നമ്മൾ ചെയ്യുന്ന ഏതൊരു ജോലിയിലൂടെയും സമൂഹത്തിന് നന്മയുണ്ടാകുന്നു. നന്മ എപ്പോഴും ദൈവത്തിൽ നിന്നാണ് വരുന്നത് എന്ന് നമ്മൾ ഓർക്കണം. പാൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു പശുവിനെ വളർത്തുന്ന ഒരു വ്യക്തി എത്രയോ ജീവൻ നിലനിർത്താനായിട്ട് സഹായിക്കുന്നു, എത്രയോ കൃഷിയിടങ്ങളിൽ വളമുണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കുന്നു. എന്തെല്ലാം നന്മയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓർക്കുക, നാം ചെയ്യുന്ന ഓരോ ജോലിയും ദൈവത്തിരുസതയിൽ വിലപ്പെട്ടതാണ്. ഒപ്പം എൻ്റെ ജീവിതത്തെ എല്ലാവിധ പാപചായ്വുകളിൽ നിന്നും ഒരുപാട് തഴക്ക ദോഷങ്ങളിൽ നിന്നും ഒക്കെ
മോചനം പ്രാപിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും എന്നതുകൊണ്ടാണ് പൗലോസ്ലീഹ ഓർമ്മപ്പെടുത്തുക, നിങ്ങൾ അലസതയിൽ സമയം കളയരുത് എന്ന്. എന്തെങ്കിലും വീട്ടിൽ അടുക്കളയിൽ ജോലി ചെയ്യുന്ന ഒരു അമ്മ എന്താ വീട്ടിലുള്ളവർക്കെല്ലാം അവർക്ക് പ്രവർത്തനത്തിന് വേണ്ട ഊർജം കൊടുക്കുക. ഞാൻ വെറുതെ തൻ്റെ ദോശയും ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി, ചായ ഉണ്ടാക്കി, അതല്ല നമ്മുടെ മനോഭാവം. ഈ ഒരു കുഞ്ഞു ജോലിയിലൂടെ ഈ കുടുംബത്തിലുള്ളവർക്ക് മുഴുവൻ ഞാൻ ഊർജം കൊടുക്കുകയാണ്, അന്നത്തെ പ്രവർത്തനത്തിന് മുഴുവനായ ശക്തി ഞാൻ കൊടുക്കുകയാണ്. എത്ര വലിയൊരു കാര്യമാണ് നമ്മൾ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന, ഇതും ഒരു ജോലി തന്നെയാണ്. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ അറിയാതെ കർത്താവിൻ്റെ ആ ശരീരത്തിലെ ഒരു അംഗമായ ഞാൻ എന്താ ചെയ്യുന്നത്? മുറിപ്പെട്ട് കിടക്കുന്ന അനേക അംഗങ്ങൾക്ക് സൗഖ്യം കൊടുക്കുവാനായിട്ട് എൻ്റെ സമയവും എൻ്റെ ആരോഗ്യവും എല്ലാം ഞാൻ ചിലവഴിക്കുമ്പോൾ അതിലൂടെ എന്താ സംഭവിക്കുക? മറ്റുള്ളവർക്ക് സൗഖ്യം ലഭിക്കുന്നു. അതുപോലെ തന്നെ നമ്മളും ആ വിശുദ്ധിയിലേക്ക്, പൂർണ്ണതയിലേക്ക് വളർന്നു വരികയാണ്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാം, ഇൻ്റർനെറ്റും ടി-വിയും വാട്സപ്പും മൊബൈലും ഒക്കെ കാരണം ഈ കുട്ടിപ്പിശാച് നമ്മളെ ഒരുപാട് അലസതയിലേക്ക് നയിക്കുക. ഇന്ന് നമുക്ക് ബോറിംഗ് എന്ന് പറയുന്ന ഒരു സമയം, ഒറ്റയ്ക്കിരിക്കുന്ന സമയം ആരെയും കാണുന്നില്ല. ഒരിക്കൽ ഞങ്ങൾ ടൗണിക്കട പോയപ്പോൾ ഓർക്കുകയാണ്, വളരെ താമസിച്ചാണ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേനും. പണ്ടൊക്കെയാണെങ്കിൽ ഡ്രൈവർ പറയും എത്ര സമയമായി നിങ്ങൾ പോയിട്ടെന്ന്. ഇപ്പോൾ അങ്ങനത്തെ ഒരു ചിന്തയേ ഇല്ല, കാരണം വാട്സപ്പ് തുറന്നു വെച്ചിട്ട് ബിസിനസ്സാണല്ലോ. അപ്പോൾ നമ്മുടെ സമയം മുഴുവൻ ഈ വേണ്ടുന്നതും വേണ്ടാത്തതുമായ കാര്യങ്ങൾക്ക് ചിലവഴിച്ച് നമ്മൾ നഷ്ടമാക്കരുത്. പൗലോസ്ലീഹ ഊന്നി പറയുന്നുണ്ട്. എഫേസ്യർക്കെഴുതിയ ലേഖനത്തിൽ 4:22 പറയുന്നു, സമ്പാദിക്കുന്നതിനു വേണ്ടി സ്വന്തം കൈകൊണ്ട് മാന്യമായി ജോലി ചെയ്യട്ടെ. ജോലിയെ ആദരിക്കുന്ന പൗലോസ്ലീഹ ഇത് സൃഷ്ടിയുടെ കർമ്മത്തിൽ തന്നെ, ആരംഭത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ നമ്മുടെ സമയം വെറുതെ കളയരുത്. അതുപോലെ 1 തെസ്സലോനിക്കർ 5:6 പറയുന്നു, മറ്റുള്ളവരെ പോലെ ഉറങ്ങിക്കഴിയാതെ നമുക്കുണർന്ന് സുബോധമുള്ളവരായിരിക്കാം. ഞാൻ ഓർക്കുകയാണ്, ഒരിക്കലൊരു സ്ഥലത്ത് ധ്യാനിപ്പിക്കുമ്പോൾ ഒരു ജർമ്മൻ ലേഡി ആ വീട്ടിലുണ്ടാക്കിയ കുറേ സാധനങ്ങളുമായിട്ട് വന്നതാണ്. ഏകദേശം ഒരു 90 വയസ്സ് കാണും, ഒരു 85 എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്. എന്തെല്ലാം സാധനങ്ങളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ചാപ്പലിൽ ഉപയോഗിക്കാൻ പറ്റുന്നത്, ടേബിളിൽ ഉപയോഗിക്കാൻ പറ്റുന്നത്, കസേരകളിൽ ഇടാൻ പറ്റുന്നത്, അത് മറ്റുള്ളവർക്ക് സമ്മാനിക്കാൻ പറ്റുന്നതായ കാര്യങ്ങൾ, നമുക്ക് ഡ്രസ്സായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന എന്തെല്ലാം തുണിത്തരങ്ങൾ, തുണി കൊണ്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ഈ സ്ത്രീ. ഒന്നും കഠിനാധ്വാനം ഒന്നും ചെയ്യാൻ ഈ സ്ത്രീക്ക് പറ്റുന്നില്ല. പക്ഷേ ആ സമയം വളരെ മനോഹരമായി ഉപയോഗിച്ചിരിക്കുകയാണ്. കർത്താവ് ആ സ്ത്രീയൊക്കെ നോക്കിയിട്ട് എന്തു പറയും? മോളെ, നീ എന്താണ് നിന്റെ സമയം മനോഹരമായി ചെലവഴിച്ചിരിക്കുന്നു. ഒരു തോട്ടത്തിലൊരു ചെടി നട്ട് വയ്ക്കുന്ന ഒരു വ്യക്തി എന്ന് ഓർത്തു നോക്കണം. ആ വഴി കടന്നു പോകുന്ന ഒരു വ്യക്തി വിചാരിക്കും, ഒരു നിമിഷമെങ്കിലും ആ സ്ട്രെസ് ഒന്ന് മറക്കാൻ, ആ ഭാരമൊന്ന് മറക്കാൻ നിൻ്റെ ഒരു പൂ കണ്ട് ഇടവരുത്തുന്നുണ്ട് എന്ന് ചിന്തിച്ച് നമുക്ക് പറ്റുന്ന രീതികളിൽ, പറ്റുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ ജോലി ചെയ്ത് അധ്വാനിച്ച് നമ്മൾ ജീവിക്കണമെന്ന് കർത്താവ് പറയുകയാണ്. മറ്റുള്ളവർക്ക് നന്മയുണ്ടാകുന്നതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിലും ഒരുപാട് വ്യത്യസ്ത രീതികളിലുള്ള കൃപകളും അനുഗ്രഹങ്ങളും സ്വീകരിക്കുവാനായിട്ട് ഇത് നമ്മളെ സഹായിക്കും. ഞാനൊരിക്കലും ഓർക്കുന്നു, ഒരു വീട്ടിൽ ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ അപ്പനും അമ്മയും 2 മക്കളുമാണുള്ളത്. 2 ആൺകുട്ടികൾ. അവർ അത്യാവശ്യം പഠിച്ച് പുറത്തൂടെയൊക്കെ ആയിട്ട് നടക്കുകയാണ്. വളരെ അപൂർവമായിട്ട് വീട്ടിലേക്ക് കടന്നു വരികയുള്ളൂ. ഈ സ്ത്രീ രാവിലെ എഴുന്നേറ്റാൽ അത്യാവശ്യം എന്തെങ്കിലും ഒരു ഭക്ഷണം ഉണ്ടാകും. അതിനുശേഷം കിട്ടുന്ന അവിടെ വരുന്ന പേപ്പർ, 2 പേപ്പറോളം വീട്ടിൽ വരുത്തുന്നുണ്ട്. അത് മുഴുവൻ ഇരുന്ന് വായനയാണ്. വായന കഴിഞ്ഞതിന് ശേഷം കുറേ സമയം കിടന്നുറങ്ങും. പിന്നെ രാവിലെ ഭക്ഷണം ഉണ്ടാക്കി ഒന്നും കൂടെ ചൂടാക്കി ഭർത്താവിന് കൊടുക്കും, കുഞ്ഞുങ്ങൾ വന്നാൽ അവർക്കും കൊടുക്കും. ഒരു ജോലിയും ആ സ്ത്രീ ചെയ്യുന്നേയില്ല. വീടും പരിസരങ്ങളും ഒക്കെ, മുറ്റവും ഒക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ ഒന്ന് മനോഹരമാക്കാനോ അല്ലെങ്കിൽ അവിടെ ഒരു പച്ചക്കറി നട്ടുപിടിപ്പിക്കാനോ ഒരു പൂക്കൾ നട്ടുപിടിപ്പിക്കാനോ ഒന്നിനും നേരമില്ല, ഒന്നിനും താല്പര്യമില്ല.
അപ്പോൾ നമ്മളൊന്ന് ഓർത്തു നോക്കുക, കർത്താവ് നമുക്ക് 2 കരങ്ങൾ നൽകിയിരിക്കുന്നത് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 2 പാദങ്ങൾ നൽകിയിരിക്കുന്നത് നമ്മൾ സഞ്ചരിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ബുദ്ധിവൈഭവവും ഓർമ്മയും കഴിവുകളുമെല്ലാം നൽകിയിരിക്കുന്നത് അതിനനുസൃതമായ രീതിയിൽ നമ്മൾ എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഈ പ്രപഞ്ചത്തെ നമ്മുടെ സാന്നിധ്യത്തിലൂടെ മനോഹരമാക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവ് നമ്മളെ ഇങ്ങോട്ട് പറഞ്ഞയച്ചിരിക്കുന്നത്. ഒരു വ്യക്തി എൻ്റെ അടുക്കൽ വന്നിട്ട് പറയുക, അതായത് കുറേ മരുന്നുകൾ കയ്യിലുണ്ട്. ഇതെല്ലാം കണ്ടോ എൻ്റെ കയ്യിലിരിക്കുന്ന മരുന്നുകൾ? ഞാൻ പറഞ്ഞു കണ്ടു. ഇതെന്തിനാണ് ഈ മരുന്നുകൾ? ഒട്ടും ഉറക്കമില്ലാത്തത് കൊണ്ട് ഈ മരുന്നുകളൊക്കെ ഞാൻ കഴിക്കുകയാണ്. അന്വേഷിച്ച് വന്നപ്പോഴാണ് മനസ്സിലാകുന്നത്, രാവിലത്തെ പ്രഭാത ഭക്ഷണം കഴിയുമ്പോൾ കുറച്ചു നേരം കയറി കിടന്നുറങ്ങും. അത് കഴിഞ്ഞ് കുറച്ചും കൂടെ കഴിയുമ്പോൾ ഉച്ചഭക്ഷണം എല്ലാം കഴിയുമ്പോൾ കുറച്ചു നേരം കൂടെ കിടന്നുറങ്ങും. അതിനുശേഷം എന്താണ്, വൈകുന്നേരമായി അത്താഴം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഉറക്കം വരില്ല. 1 മണി 2 മണിയൊക്കെ ആവും ഇങ്ങനെ ആൾ കിടന്നുറങ്ങുമ്പോഴേക്കും. പകൽ സമയം മുഴുവൻ ഉറങ്ങി കളയുകയാണ്. എന്നിട്ട് പറയുന്നു, എനിക്ക് മരുന്ന് കഴിച്ചാലേ ഉറക്കം വരികയുള്ളൂ എന്ന്. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം കടന്നു പോകുന്നതാണ്. നമ്മുടെ ജീവിതം അതാണ് കർത്താവ് ദാനമായി നൽകിയതാണ്. ഇതൊരിക്കലും നമുക്ക് നമ്മുടേതായ ഇഷ്ടത്തിന് ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല. എന്തെങ്കിലും ഒന്ന്, അല്ലെങ്കിൽ ഏതെങ്കിലും എല്ലാ ജീവിത സാഹചര്യങ്ങളിലും എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യാനായിട്ട് കർത്താവ് നമ്മളെ അണിയിച്ചൊരുക്കി ആണിങ്ങോട്ട് വിട്ടിരിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം. നമ്മൾ സമയം വെറുതെ കളഞ്ഞിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെ അടുക്കൽ നമ്മൾ കണക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. നമ്മൾ ഉൽപ്പത്തി വായിക്കുന്നുണ്ട്, 1-ാം അധ്യായത്തിൽ കർത്താവ് 6 ദിവസം ദൈവമായ കർത്താവ് ജോലി ചെയ്തതിന് ശേഷം 7-ാം ദിവസം വിശ്രമിച്ചു. ആ വിശ്രമ ദിവസത്തെ കർത്താവ് വിശുദ്ധമാക്കി കരുതി. വിശുദ്ധമായി ആ വിശ്രമ സമയം, നമ്മൾ വിശ്രമിക്കുന്ന സമയം വിശുദ്ധമാണെങ്കിൽ, ദൈവികമാകണമെങ്കിൽ, ദൈവത്തിന് മുൻപിൽ വിലപ്പെട്ടതാകണമെങ്കിൽ നമ്മൾ അധ്വാനിച്ച നിമിഷങ്ങൾ വിശ്രമ നിമിഷത്തേക്കാൾ കൂടുതലായിരിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ഉറങ്ങിയതും നമ്മൾ മറ്റ് പലതും കണ്ട് ആസ്വദിച്ചതും നമ്മൾ സമയം നഷ്ടപ്പെടുത്തിയതുമായ കാര്യങ്ങൾ എന്താണ്, നമ്മുടെ ആ വിശുദ്ധമായ നിമിഷങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ നമ്മളെ അനുവദിക്കുകയില്ല. അതുകൊണ്ട് പൗലോസ്ലീഹായുടെ വാക്കുകളെ നമുക്ക് നന്നായി ഓർക്കണം. ഞാൻ എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ മുഴുവൻ സമയവും ഞാൻ എന്തിനെങ്കിലും വേണ്ടി ഉപയോഗിക്കുമെന്നുള്ളൊരു ഓർമ്മ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകേണ്ടതാണ്. പ്രഭാതത്തിൽ ഉണർന്നു കഴിയുമ്പോൾ കർത്താവേ ഇനി എങ്ങനെ സന്ധ്യയാകുമെന്നാണ് ചിലരിരുന്ന് ചിന്തിക്കുന്നത്. ഒരു ജോലിയുമില്ലാതെ, ഒരു വേലയും ജോലിയും ഇല്ലെങ്കിൽ നമ്മൾ ബൈബിൾ എടുക്കുക, നമ്മൾ പ്രാർത്ഥിക്കുക, മധ്യസ്ഥ പ്രാർത്ഥന നടത്തുക, കരങ്ങൾ ഉയർത്തി സ്തുതിക്കുക. തോബിത്തിൻ്റെ പുസ്തകത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ടല്ലോ, തോബിത്തിൻ്റെ പുസ്തകത്തിൽ 4:14 ദൈവ ശുശ്രൂഷ ചെയ്താൽ പ്രതിഫലം ലഭിക്കും, മകനെ എല്ലാ പ്രവൃത്തികളും ശ്രദ്ധാപൂർവം ചെയ്യുക. ദൈവ ശുശ്രൂഷയാണ് എല്ലാ ജോലികളും. അതുപോലെ തന്നെ ദൈവ ശുശ്രൂഷയാണ് നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നതും. നമ്മൾ കുഞ്ഞുങ്ങളെ നോക്കുന്നതും മുറ്റമടിക്കുന്നതും പഠിക്കുന്നതും മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നതും തോട്ടം നട്ടുപിടിപ്പിക്കുന്നതും കൃഷിയിടങ്ങളിൽ ജോലി ചെയ്യുന്നതും ഇവൻ യാത്ര ചെയ്യുന്നതും ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നതും ഏതൊരു ജോലിയാണെങ്കിലും അത് ദൈവ ശുശ്രൂഷയായിട്ട് തന്നെ നമ്മൾ കാണണം. ദൈവ ശുശ്രൂഷയായിട്ട് നമ്മൾ കാണണം. ഏതൊരു ജോലിയുടെ പിന്നിലും ദൈവത്തിൻ്റെ കരങ്ങൾ ഉണ്ടെന്ന് നമ്മൾ കണ്ട് ആ ദൈവത്തിൻ്റെ കരങ്ങളിലാണെന്നുള്ള ബോധ്യത്തോടു കൂടി നമ്മൾ ചെയ്യുമ്പോൾ ഇവിടെ പറയുകയാണ്, എല്ലാം നമ്മൾ ശ്രദ്ധയോടെ ചെയ്യുമ്പോൾ സുഭാഷ് ചന്ദ്രയുടെ പുസ്തകത്തിൽ പറയുന്നു, നീ ഏത് ജോലിയും ഉത്സാഹപൂർവ്വം ചെയ്യുക, നിനക്കതിന് വേണ്ട പ്രതിഫലം കർത്താവ് നൽകുമെന്ന്. പ്രതിഫലം ഉള്ള ജോലിയാണ്. ഞാനൊരിക്കൽ ഓർക്കുകയാണ്, ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ അമ്മ ഇങ്ങനെ കട്ടിക്കുഴി കിടക്കുന്നു, മീൻസ് വളരെ ബെഡിനാണ്, എഴുന്നേൽക്കാൻ പറ്റാത്ത രീതിയിൽ കിടക്കുകയാണ്. 6 കുഞ്ഞുങ്ങളുള്ളൊരു വീടാണ്. അമ്മ അവിടെ വളരെ കഠിനാധ്വാനം ചെയ്ത് എന്താണ്, ആ കുടുംബത്തിലെ സ്ത്രീ വളരെയേറെ കഠിനാധ്വാനം ചെയ്ത് ജീവിക്കുന്നു. ആ സ്ത്രീയുടെ അമ്മ, അതായത് കുഞ്ഞുങ്ങളുടെ വല്യമ്മയാണ് കട്ടിലേ കിടക്കുന്നത്. അപ്പോൾ ഞാൻ ഓർക്കുകയാണ്, ഒരു 24 മണിക്കൂറിൽ ഒരു 6-7 മണിക്കൂറെങ്കിലും ഈ സ്ത്രീ ഈ അമ്മയുടെ അടുക്കൽ ഉണ്ട്. ഭക്ഷണം കൊടുക്കാനല്ല, കുളിപ്പിക്കാനല്ല, ക്ലീൻ ചെയ്യാനല്ല. അമ്മ ഒറ്റയ്ക്ക് കിടക്കുകയല്ലേ, അമ്മ മിണ്ടാതെ കിടക്കുകയല്ലേ, അമ്മയുടെ അടുക്കൽ പോയി നിൽക്കുകയാണ്. ഞാനെന്നാൽ എൻ്റെ മനസ്സുകൊണ്ട് ഓർത്തു, ദൈവം എന്തുമാത്രം കൃപകൾ, അനുഗ്രഹം ഈ സ്ത്രീയുടെ ജീവിതത്തിലേക്ക് ചൊരിയുന്നുണ്ടാവും. കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും ഭർത്താവിന് വേണ്ടിയും ചെലവഴിക്കേണ്ട സമയമാണ്
ഈ കട്ടിലേ കിടക്കുന്ന ഈ അമ്മയ്ക്ക് വേണ്ടി ചിലവഴിക്കുന്നത്. ആ ചിലവഴിക്കുന്ന സമയത്തിലൂടെ ഞാൻ പറയും ആ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടും, ആ ഭർത്താവ് അനുഗ്രഹിക്കപ്പെടും, ആ കുടുംബം അനുഗ്രഹിക്കപ്പെടും. ദൈവസ്നേഹത്തെ പ്രതി നമ്മൾ ചെയ്യുന്ന ഓരോ ജോലികൾക്കും കർത്താവ് പ്രതിഫലം നൽകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. മറ്റൊരു സാഹചര്യത്തിൽ ഞാൻ ഓർക്കുകയാണ്, ഒരു സ്ത്രീ ഒരു നേഴ്സിനോട് പറഞ്ഞു, എൻ്റെ സിസ്റ്ററെ നല്ല ജോലിയൊക്കെയാണ്, സാലറിയൊക്കെ ഉണ്ട്, എൻ്റെ ജോലിക്ക് നല്ല സാലറി കിട്ടുന്നൊരു ഹോസ്പിറ്റലാണ്, എനിക്ക് നേഴ്സിംഗ് ജോലി ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ എൻ്റെ ഒരു ഇൻചാർജുള്ള ഒരാൾ, ആ മാഡം ഇങ്ങോട്ട് വരുമ്പോഴേക്കും തല കറങ്ങുന്നത് പോലെയാണ് എന്ന്. എങ്കിലും ഈ സ്ത്രീ പറയുകയാണ്, ഞാൻ എൻ്റെ ഈശോയെ പ്രതി ഇതെല്ലാം ഞാൻ ചെയ്യുന്നു എന്ന്. എന്നിട്ട് സ്ത്രീ എന്നോട് പറഞ്ഞു, എൻ്റെ സിസ്റ്ററെ, ഈ സ്ത്രീയുടെ കൂടെ ജോലി ചെയ്യാൻ തുടങ്ങിയത് കൊണ്ട് എൻ്റെ സ്വഭാവത്തിന് ഒരുപാട് മാറ്റങ്ങളുണ്ടായി. എനിക്ക് വീട്ടിൽ വരുമ്പോൾ കലി തുള്ളുന്ന ഒരു സ്വഭാവമായിരുന്നു, മൂക്ക തരിശമായിരുന്നു. ഇതൊരു കൃപയായി എനിക്ക് മാറി. ഈ ഇൻചാർജിൻ്റെ അടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് ഞാനിപ്പോൾ എൻ്റെ സ്വഭാവത്തിൽ ആ പഴയ ദുശീലങ്ങളും എടുത്തുചാട്ടവും ഒന്നുമില്ലാത്ത രീതിയിലായി. നമ്മൾ എവിടെ എങ്ങനെ ആരുടെ കൂടെ ജോലി ചെയ്താലും, നമ്മൾ എന്ത് പ്രവർത്തനത്തിൽ ഏർപ്പെട്ടാലും, ആരൊക്കെ നമ്മളെ ഭരിക്കാനുണ്ടെങ്കിലും, വേദനകളുടെ നടുവിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത് എങ്കിലും നമ്മൾ അലസരാകാതെ ആ ചെയ്യുന്ന ജോലിയെ ദൈവതൃക്കരങ്ങളിൽ നിന്നും സ്വീകരിച്ചുകൊണ്ട് നമ്മൾ അതിനെ പ്രതിത്തിരിച്ചു കഴിയുമ്പോൾ, നമ്മൾ സഹകരിച്ചു കഴിയുമ്പോൾ കർത്താവ് വ്യത്യസ്തങ്ങളായ രീതികളിൽ നമ്മളെ അണിയിച്ചൊരുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. സുഭാഷിതങ്ങൾ 51:30 പറയുകയാണ്, നിശ്ചിത സമയത്തിന് മുൻപ് ജോലി പൂർത്തിയാക്കുവിൻ, യഥാകാലം നിങ്ങൾക്ക് പ്രതിഫലം നൽകും. യഥാകാലം നിങ്ങൾക്ക് പ്രതിഫലം നൽകും. നമ്മൾ ഈ കാശ് കിട്ടുന്ന, നല്ല സാലറി കിട്ടുന്ന ജോലി മാത്രം തേടി പോകരുത്. എൻ്റെ ജീവിതത്തെ വിശുദ്ധീകരിക്കപ്പെടുന്ന ജോലിയിലും ദൈവം നമ്മളെ ഏർപ്പെടുത്തും കേട്ടോ. എൻ്റെ ജീവിതത്തിലൊരു വിശുദ്ധി ഉണ്ടാകുവാൻ ദൈവം അനുവദിക്കും. അതായത് വളരെ സിംഹത്തെ പോലെ ഇരിക്കുന്നവരുടെ കീഴിലെ ജോലി ചിലപ്പോൾ നമുക്ക് തന്നിരിക്കും. വളരെ ക്രൂരനായൊരു ഭർത്താവോ ഭാര്യയോ ഒക്കെയുള്ള ജീവിത സാഹചര്യങ്ങൾ, സുപ്പീരിയേഴ്സുള്ള സാഹചര്യങ്ങളൊക്കെ വന്നെന്നിരിക്കും. പക്ഷേ ഞാൻ അലസനായി മാറാതെ എന്നെ ദൈവം ഏൽപ്പിച്ച എൻ്റെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വമാണ്, എൻ്റെ സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വമാണെന്നോർത്ത് ഞാൻ അതിൽ പൂർണ്ണമായി സഹകരിച്ച് ജീവിക്കുമ്പോൾ ദൈവം നമുക്ക് പ്രതിഫലം നൽകും. അത് നമ്മൾ ആഗ്രഹിക്കുന്ന രീതികളിൽ കൂടെ ആയിരിക്കുകയില്ല. അറിയാതെ ഞാൻ വിശുദ്ധിയിൽ വളരും, അറിയാതെ എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. പല രീതികളിൽ നമ്മുടെ പ്രവർത്തന മേഖലകളിൽ നമ്മൾ അനുഗ്രഹത്തിൻ്റെ പൂവർഷം കാണും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. അലസത എന്നൊരു സാധനം, അലസത എന്ന ഒരു ചിന്ത എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകാനായിട്ട് ഇടയാകരുത്. കഠിനാധ്വാനമോ വയലിലെ വേലയോ വെറുക്കരുത്, അത്യുന്നതൻ നിശ്ചയിച്ചതാണത്. പ്രഭാഷകൻ 7:15 പറയുന്നു. എന്തെങ്കിലും ഒരു കുഞ്ഞിക്കാര്യം ചെയ്ത് ഒരു നിമിഷം പോലും ദുഷ്ടന്, കുട്ടിപ്പിശാചിന് നമ്മുടെ ഉള്ളിൽ കയറാൻ അവസരം കൊടുക്കരുത്. അവൻ ചിന്തയിലേക്ക് നയിക്കും, വാക്കുകളിലേക്ക് നയിക്കും, പ്രവൃത്തിയിലേക്ക് നയിക്കും, ദുശീലങ്ങളിലേക്ക് നയിക്കും. അത് നമ്മുടെ ജീവിതത്തെ കടപിഴുകി വീഴാനായിട്ട് ഇടവരുത്തും. അപ്പോൾ എന്തെങ്കിലും ഒരു ജോലി ചെയ്ത്, ഒരു റോസച്ചെടി നട്ടുകൊണ്ടോ, അല്ലെങ്കിൽ വീട്ടിലെ സാധനങ്ങളൊക്കെ ഒന്ന് അടുക്കിപ്പെറുക്കി വെച്ചത് കൊണ്ടോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മധ്യസ്ഥ പ്രാർത്ഥന നടത്തിക്കൊണ്ടോ, ഓഫീസ് വർക്കുകൾ മാത്രമല്ലല്ലോ നമ്മൾ ചെയ്തൊരു വേല ജോലിയായി കാണാതെ ദൈവത്തിൻ്റെ പരിപാലനയായി, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ മുൻപിലെ ഒരു പദ്ധതിയായി ഇതിനെ കണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം. അങ്ങനെ തെസ്സലോനിയൻസ് 5:23 പറയുന്നത് പോലെ നമ്മുടെ ആത്മാവും ജീവനും ശരീരവും അവികലമായി കാത്തു സൂക്ഷിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മൾ ഓരോ നിമിഷവും സമയത്തെ വിശുദ്ധമായി ഉപയോഗിക്കുമ്പോൾ നമ്മൾ വിശുദ്ധീകരിക്കുന്നു, നമ്മളുമായി ബന്ധപ്പെട്ടവർ വിശുദ്ധീകരിക്കപ്പെടുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം, കരങ്ങൾ കൂപ്പി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ നിമിഷത്തെ ഓർത്ത് പ്രത്യേകം നന്ദി പറയുന്നു. ഒരുപാട് സമയങ്ങൾ ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടുണ്ട് ജീവിതത്തിൽ. വിശ്രമിച്ചും ഉറങ്ങിയും അലസമായും മറ്റുള്ളവരോട് സംസാരിച്ചും അനാവശ്യ സംഭാഷണങ്ങളിൽ ഏർപ്പെട്ടും കർത്താവേ, ഞാൻ മൂലം ഈ ഭൂമി വിശുദ്ധീകരിക്കപ്പെടുവാൻ, ഞാൻ മൂലം എൻ്റെ കുടുംബം അല്പം കൂടി വിശുദ്ധീകരിക്കപ്പെടുവാൻ, ഞാൻ മൂലം ഈ ഓഫീസ് കുറച്ചും കൂടി നിൻ്റെ സ്നേഹത്തിൽ നിറയുവാൻ അങ്ങ് ആഗ്രഹിച്ചുകൊണ്ട് അങ്ങനെ ഇവിടെ എല്ലാം നിയമിച്ചാക്കി. പക്ഷേ എൻ്റെ ആ സാന്നിധ്യം കൊണ്ട്,
എൻ്റെ അശ്രദ്ധ കുറവ് കൊണ്ട് നിൻ്റെ സാന്നിധ്യം അവിടെ വെളിപ്പെടുത്തുവാൻ സാധിക്കാത്ത രീതിയിൽ എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും അബദ്ധങ്ങൾ, തെറ്റുകൾ വന്നു പോയിട്ടുണ്ട്. കർത്താവെ, കരുണയായിരിക്കണമേ. അങ്ങ് എനിക്ക് നൽകുന്ന സമയങ്ങൾ, അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന സമയങ്ങൾ ഏറ്റവും ഫലപ്രദമായ രീതിയിൽ ഉപയോഗിക്കുവാനായിട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.